തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കെപിസിസി ഡിസിസി പുനഃസംഘടന ഉടൻ 2 മാസത്തിനകം പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാനാണ് കെപിസിസി നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാന തലത്തിലും ജില്ലാതലങ്ങളിലും അഴിച്ചുപണി ഉണ്ടാകുമെന്നാണ് വിവരം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം AICCയുടെ അഹമ്മദാബാദിൽ പുരോഗമിക്കുകയാണ്. അവിടെ DCCകളുടെ ശാക്തീകരണം അടക്കം കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കേരളത്തിലെ പുനഃസംഘടനാ വിഷയങ്ങളിലേക്ക് കടക്കും. സ്വാഭാവികമായും പുനഃസംഘടന ഉണ്ടാകേണ്ടി വരും. നേതൃതലത്തിൽ തന്നെ KPCC അധ്യക്ഷ തലത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുമോ? രഞ്ജിത്ത്, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കഷ്ടിച്ച് 1 വർഷം മാത്രം ബാക്കി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പാർട്ടിയിൽ അഭിമാന പോരാട്ടത്തിൽ വിജയം ഉറപ്പാക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലങ്ങളിലും മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചകൾ സജീവമായിരിക്കുന്നത്. അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ DCC തലത്തിലും KPCC തലത്തിലും പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് വിവരം. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് കോട്ടയത്ത് നിന്ന് നാട്ടകം സുരേഷിനെയും എറണാകുളത്ത് നിന്ന് മുഹമ്മദ് ഷിയാസിനെയും മലപ്പുറത്ത് നിന്ന് VS ജോയിയെയും ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലെയും DCC അധ്യക്ഷന്മാരെ മാറ്റിയേക്കും എന്ന വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അതോടൊപ്പം മലപ്പുറത്ത് നേരത്തെ വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചനെതിരെ ഉടൻ നടപടി വേണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം നേതാക്കൾ ജില്ലയിൽ നിന്ന് തന്നെ രംഗത്തുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ തിടുക്കത്തിലൊരു നടപടിയിലേക്ക് കടന്നാൽ അത് പാർട്ടിയിൽ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. അതുകൊണ്ട് പുനഃസംഘടനയുടെ സമയത്ത് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നായിരുന്നു KPCC നേതൃത്വം എടുത്ത തീരുമാനം. അതിന് പ്രകാരം വയനാട്ടിലും വലിയ അഴിച്ചുപണി ഉണ്ടാകും പാർട്ടിയുടെ ജില്ലാ തലങ്ങളിൽ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, KPCCയുടെ ട്രഷറർ പദവി ഒഴിവ് വന്നിരിക്കുകയാണ്. അതായത് പ്രതാപചന്ദ്രൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് ഏറെ നാളായ പദവി ഒഴിഞ്ഞുകിടക്കുകയാണ്. അവിടേക്ക് യുവമുഖമായ മാത്യു കുഴൽനാടനെയും അതോടൊപ്പം N സുബ്രഹ്മണ്യനെയും ഈ 2 പേരുകൾക്ക് സജീവമായി ചർച്ചകളിൽ ഉണ്ട് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അവരിൽ ഒരാൾ KPCCയുടെ ട്രഷറർ ആകാനുള്ള സാധ്യത ഏറുകയാണ് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതേസമയം KPCC അധ്യക്ഷൻ K സുധാകരനെ ആ പദവിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം നേതാക്കൾ കഴിഞ്ഞ ഏതാനും നാളുകളായി രംഗത്തുണ്ട്. അവർ ഹൈക്കമാൻഡ് നേതൃത്വത്തിന് മുമ്പിൽ വലിയ തരത്തിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ ഒരു പ്രധാന വെല്ലുവിളിയായി മാറുന്നത് സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പുനഃസംഘടന പൂർത്തിയാക്കുക എന്ന കാര്യമാണ്. അവിടെയാണ് ക്രൈസ്തവ സഭാ വിഭാഗങ്ങളെ ഒപ്പം ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായി ആന്റോ ആന്റണിയെ, പത്തനംതിട്ട MP കൂടിയായ ആന്റോ ആന്റണിയെ KPCCയുടെ ഒരു നേതൃനിരയിലെ നിർണായക പദവിയിലേക്ക് പരിഗണിക്കാനുള്ള ഒരു ചർച്ചകൾ ദേശീയ തലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് പദവിയിലേക്ക് ആന്റോയെ പരിഗണിക്കണമെന്ന കാര്യം വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്നാണ് അറിയുന്നത്. അതിലൂടെ പ്രധാനമായി മധ്യ കേരളത്തിൽ, അതായത് ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് മധ്യ കേരളത്തിൽ ഒരു ക്രൈസ്തവ മുഖം പിന്നെ അങ്ങനെ കോൺഗ്രസിന് ഉയർത്തിക്കാണിക്കാവുന്ന തരത്തിൽ കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് ആ ഒരു വിടവ് നികത്തുക എന്ന ലക്ഷ്യത്തോടെ ആന്റോ ആന്റണിയെ KPCCയുടെ ഒരു നിർണായകമായ പദവിയിലേക്ക് പരിഗണിക്കണം എന്ന വിവരമാണ് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തലപ്പത്ത് അഴിച്ചുപണി ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് നേതൃത്വം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി വിളിപ്പിച്ചത്. പക്ഷേ അവിടെയും തലപ്പത്ത് അഴിച്ചുപണി ഉണ്ടാകില്ല, തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ പോട്ടെ എന്ന് തന്നെയായിരുന്നു തീരുമാനം. പെട്ടെന്ന് തലപ്പത്ത് ഒരു അഴിച്ചുപണിയിലേക്ക് കടന്നാൽ അത് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഘട്ടത്തിൽ പാർട്ടിക്ക് തിരിച്ചടിയായി മാറുമോ അല്ലെങ്കിൽ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുമോ എന്നതാണ് നേതൃത്വത്തിന് മുമ്പിലെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക. അതേസമയം ഈ സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം ക്രൈസ്തവ സഭാ നേതൃത്വത്തെ ഒപ്പം ചേർത്ത് നിർത്തേണ്ടത് കോൺഗ്രസിന് മുമ്പിൽ അനിവാര്യതയായി മാറുമാണ്. നമുക്കറിയാം, ഈ വഖഫ് വിഷയത്തിലടക്കം കോൺഗ്രസ് നേതൃത്വം എടുത്ത നിലപാടിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നുണ്ട് അടക്കം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ഇടപെടൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ഈ പുനഃസംഘടനാ നടപടികൾ 2 മാസത്തിനകം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് KPCC അധ്യക്ഷൻ K സുധാകരന് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നതെന്നാണ് സൂചന. അതാണ് പ്രധാനപ്പെട്ട വിവരം. ഏതായാലും പുനഃസംഘടന കോൺഗ്രസിൽ അനിവാര്യമായിരിക്കുന്നു. നേതൃത്വത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യത്തിലടക്കം ഇനിയും തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ചർച്ചകൾ അഹമ്മദാബാദിൽ പുരോഗമിക്കുന്നുണ്ട് എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു.